ഇടത് അങ്ങനെ കുറച്ചധികം നാളുകളുടെ ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മളത് ആ വീഡിയോസുമായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. നമ്മൾ ഇനി അങ്ങോട്ട് ആക്റ്റീവ് ആവുന്നതായിരിക്കും. കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റാതിരുന്നതാണ്. അപ്പോൾ ഓൾറെഡി ഇതാ ഈ ഒരു തമിഴ് വണ്ടി നിങ്ങളെല്ലാവരും ഏറ്റവും കൂടുതൽ വർക്ക് കാണാനായിട്ട് കാത്തിരുന്നൊരു വണ്ടിയാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ വർക്ക് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വിഷ്വൽസും കാര്യങ്ങളെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ട് അത് പോസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായി പോയി. അപ്പോൾ അതാ ഫൈനലി നമുക്ക് ഈ ഒരു വണ്ടിയുടെ ആ ഒരു ഫൈനൽ വർക്കും കാര്യങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. DJ Raju Drop Mix. അപ്പോൾ നമ്മുടെ സൗണ്ട് വർക്ക് ഏകദേശം 99% ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മുടെ സുഹൃത്തായിട്ടൻ്റെ കുറച്ച് ട്യൂണിങ്ങും കാര്യങ്ങളും മാത്രമേ ഇതിനകത്ത് ചെയ്യാനായിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു മേളിലത്തെ ഒരു പാനലുകളൊക്കെ കടന്ന് വരയ്ക്കുന്ന കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് രീതിയിലുള്ള ഒരു വർക്കാണ് നമ്മൾ ഈ ഒരു വണ്ടിക്കകത്ത് ചെയ്തിരിക്കുന്നതെന്ന്. അങ്ങനെ നമ്മൾ ആ ഒരു തമിഴ് വണ്ടിയുടെ ആ ഒരു സൗണ്ട് ടെസ്റ്റും കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു ഗരുഡൻ എന്ന് പറയുന്ന ഈ ഒരു വണ്ടി വർക്കിന് വേണ്ടിയിട്ട് ഇവിടെ വന്നത്. ഓൾറെഡി എനിക്ക് തോന്നുന്നു വർക്ക് ചെയ്ത് വിട്ട വണ്ടിയാണ്. കുറച്ച് മെയിൻ്റനൻസ് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതാണ്. അപ്പോൾ അത് ബിനിച്ചേട്ടൻ്റെ ഇരിക്കുന്ന ഈ ഒരു പാനലാണ് കേട്ടോ നമ്മുടെ ആ ഒരു തമിഴ് വണ്ടിയുടെ ക്യാബിനകത്ത് കയറാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ക്യാബിൻ്റെ പീസാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ബാക്കിൽ കൊടുക്കാനുള്ള ഒരു ബാക്ക് ലൈറ്റാണ് ബിനിച്ചേട്ടൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. പിന്നെ ഇവിടെ ഇരിക്കുന്ന ഈ ഒരു ഐറ്റം നമ്മുടെ വേറൊരു വണ്ടിക്കകത്ത് കയറ്റാനായിട്ടുള്ളതാണ്. ആ ഒരു വണ്ടിയുടെ ക്യാബിൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ക്യാബിനിലേക്ക് കയറ്റാനായിട്ടുള്ള പീസാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഏത് വണ്ടിയാണെന്ന് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. എത്ര പേര് കറക്റ്റായിട്ട് പറഞ്ഞുണ്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. കംപ്ലീറ്റ് ആയിട്ടൊരു താർ ജീപ്പിൻ്റെ തീമിലാണ് ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിക്കാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഗസ് ചെയ്യാൻ പറ്റുമെങ്കിലും ഒന്ന് ഗസ് ചെയ്തിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യും. ഇനി നമുക്ക് നേരെ പോയിട്ട് നമ്മുടെ ഈ ഒരു ഗരുഡൻ എന്ന് പറയുന്ന വണ്ടിക്കകത്ത് എന്തൊക്കെയാണ് പരിപാടി എന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് വരാം. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് സുഹൃത്തായിട്ട് ഒരു വണ്ടിക്കകത്തോട്ട് കയറി പോകുന്നുണ്ട്. അപ്പോൾ എനിക്കൊന്ന് സൗണ്ട് ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നതായിരിക്കും മിക്കവാറും. പിന്നെ ഈ ഒരു വണ്ടിയുടെ ഫ്രണ്ടിൽ വരുന്ന പേര് ജോണി വാക്കർ എന്നാണ്. അത് അത്യാവശ്യം നല്ലൊരു അടിപൊളി ഫോണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല കാണാനായിട്ട് നല്ല എടുപ്പുള്ളൊരു വണ്ടിയാണ്. എനിക്ക് തോന്നുന്നു കുറച്ച് കളർ സ്റ്റിക്കർ വർക്ക് കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വണ്ടി കുറച്ചും കൂടി ഒന്ന് അടിപൊളിയാവും. അപ്പോൾ അതൊരു കുട്ടി വണ്ടിയുടെ അകത്തോട്ട് നമ്മൾ കയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ തൂക്കിലേറ്റ് ലേസർ ഉൾപ്പെടെയുള്ള എല്ലാവിധ സാധനങ്ങളും ഇതിനകത്ത് സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു വർക്കാണ് ഈ വണ്ടിക്കകത്ത് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു വണ്ടിക്കകത്ത് ഇനി ക്യാബിനും കാര്യങ്ങളെല്ലാം കയറാനുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ പുള്ളിക്കാരൻ പോയിട്ട് അവിടെ പാട്ടിടുവാണ് സുഹൃത്തുക്കളുടെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കംപ്ലീറ്റ് ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് എൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ ഈ ഒരു വണ്ടി കംപ്ലീറ്റ് AC ആണ്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല കിടില സീറ്റുമാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ അകത്ത് ഈ ഒരു ക്ലോത്തും അത്യാവശ്യം നല്ലൊരു സ്റ്റാൻഡേർഡ് ക്ലോത്താണ് വന്നിരിക്കുന്നത് കേട്ടോ. നല്ലൊരു ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ആ വണ്ടി നോക്കിയിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഇവിടെ ഒരു കിടില ഒരു സ്ലീപ്പർ വണ്ടി കൊണ്ട് വന്നിട്ട് പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ വിചാരിച്ചു ഇനി ഇതിനകത്ത് വോക്കലെല്ലാം ചെയ്യാൻ വന്നതാണെന്ന് ആദ്യം ഡൗട്ട് അടിച്ചു. പിന്നീട് ചെന്ന് നോക്കിയപ്പോഴാണ് ഈ ഒരു വണ്ടി എന്തോ കംപ്ലൈൻ്റ് ആയിട്ട് അവിടെ ബ്രേക്ക് ഡൗൺ ആയിട്ട് ശരിയാക്കാൻ എന്തോ ഇട്ടിരിക്കുമായിരുന്നു. എന്തോ ബാറ്ററി കംപ്ലൈൻറ്റോ അങ്ങനെ എന്തോ ചെറിയൊരു ഒരു ഇഷ്യൂ ആയിട്ട് അവിടെ കൊണ്ടുവന്നിട്ടിരുന്നതാണ്. അപ്പോൾ ഞാൻ ചെറുതായിട്ടും തെറ്റിദ്ധരിച്ചായിരുന്നു. പിന്നെ ആ ഒരു വണ്ടിയുടെ ഡിസൈൻ കണ്ട് നല്ല പരിചയമുണ്ട്. അപ്പോൾ അതേതുകൊണ്ട് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഇവിടെ നമ്മുടെ തമിഴ് വണ്ടിയുടെ ആ ഒരു ക്യാബിനകത്ത് ഒരു കൺട്രോൾ യൂണിറ്റ് കയറാനായിട്ടുള്ള ആ ഒരു പീസും കാര്യങ്ങളെല്ലാം ഇവിടെ കട്ട് ചെയ്ത് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ പ്രിയ നിന്നിട്ട് അതിൻ്റെ മുകളിൽ വരുന്ന ആ ഒരു പീസുകളെല്ലാം കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇന്ന് തന്നെ ഈ ഒരു ക്യാബിൻ്റെ വർക്ക് കൂടി ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു സൗണ്ട് വർക്ക് നമ്മുടെ സംഗീതയിലെ വർക്ക് കംപ്ലീറ്റ് ആയി ഈ ഒരു തമിഴ് വണ്ടിയുടെ. അപ്പോൾ അത് ബിനിച്ചേട്ടാ അതെല്ലാം അവിടെ വെച്ചിട്ട് അളവും കാര്യങ്ങളെല്ലാം നോക്കുവാണെങ്കിൽ കറക്റ്റ് അല്ലേ എന്ന്. അപ്പോൾ ഇതെല്ലാം സെറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് നേരെ ഈ ഒരു പീസും കൂടി നമ്മുടെ ഈ ഒരു വണ്ടിക്കകത്തോട്ട് കയറ്റാനായിട്ട് പറ്റും കേട്ടോ. അങ്ങനെ നമ്മുടെ ക്യാബിൻ്റെ ഒരു സെറ്റായ ഒരു പീസും കാര്യങ്ങളെല്ലാം ഒട്ടിച്ചെല്ലാം സെറ്റാക്കിയിട്ട് നമ്മുടെ പ്രിയൻ ഭാവയും കൂടി അകത്തോട്ട് എടുത്തുകൊണ്ട് പോവാണ്. അപ്പോൾ അതിൻ്റെ കണക്ഷനും കാര്യങ്ങളെല്ലാം എടുത്ത് കൊടുത്തു നോക്കാനായിട്ടാണ് അവരിപ്പോൾ അത് അകത്തോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ സെറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ തന്നെ അങ്ങ് ഫിക്സ് ചെയ്ത് നമുക്ക് അവിടെ ഉറപ്പിക്കാനായിട്ട് പറ്റും. അങ്ങനെ ആ ഒരു പീസ് അവർ അകത്തോട്ട് കയറ്റുവാണ്. അതിന് പുറമെയുള്ള ബാക്കി പീസുകളെല്ലാം അവിടെ താഴെ വന്നിരിപ്പുണ്ട്. അപ്പോൾ നമുക്കിനി ഓരോരോ പീസുകളായിട്ട് നേരെ വണ്ടിയുടെ അകത്തോട്ട് കയറ്റണം. അത്യാവശ്യം നല്ല സൈസ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് അകത്തോട്ട് കയറ്റിയെടുക്കുന്ന ഒരു ടാസ്ക് പരിപാടിയാണ്. എങ്കിലും നമുക്ക് എങ്ങനെയും അകത്ത് കയറ്റിയെടുക്കണം. പിന്നെ അത് അകത്ത് കയറ്റിയ പീസിന് സന്ദീപ് അവിടെ കണക്ഷൻ കാര്യങ്ങളെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കണക്ഷൻ കൊടുക്കുമ്പോഴേ നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഫോൾട്ട് വന്നിട്ടുണ്ടോ എന്നെല്ലാം ചെക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമുക്കിപ്പോൾ തന്നെ അറിയാൻ പറ്റും. നമുക്കത് കംപ്ലൈൻറ്റുകളെല്ലാം പരിഹരിച്ച് നമുക്ക് സെറ്റാക്കി വിടാനും പറ്റും. അപ്പോൾ അത് അവിടെ എന്തായാലും കണക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം എന്താ അവസ്ഥയെന്ന്. അങ്ങനെ ഫൈനലി ആ ഒരു പീസുകളിലെല്ലാം കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മളതെല്ലാം കത്തിച്ച് നോക്കിയപ്പോഴത്തേക്ക് അത്യാവശ്യം അടിപൊളിയായിട്ട് അതിനെ കത്തുന്നുണ്ട്. വേറെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നുമില്ല. ചെയ്ത വർക്കുകളെല്ലാം വളരെ നീറ്റാണ്. അങ്ങനെ ഇവിടെ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കണം കേട്ടോ. അത്യാവശ്യം നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. പിന്നെ ഇതിൻ്റെ മുകളിലുള്ള ഒരു പേപ്പറും കൂടി ഇളക്കി കഴിഞ്ഞാൽ അത്യാവശ്യം ഒന്നും കൂടി ഒരു കിടില ലുക്കാവും. പിന്നെ ഇതിൻ്റെ കണ്ണ് റെഡ് വേണോ വൈറ്റ് വേണോ എന്ന് കുറേ നേരം ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മളത് റെഡ് തന്നെ ഫിക്സ് ചെയ്തു. റെഡ് തന്നെ ഫിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു സാധനം എന്തായാലും സെറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. പിന്നെ അതെല്ലാം നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ലൈറ്റുകളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതായി കാണുന്നതാണ് കേട്ടോ ഇതിൻ്റെ പുറമേ നിന്നുള്ള ഒരു ലുക്ക് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ഗ്ലാസ്സിൽ അത്യാവശ്യം നല്ല രീതിയിൽ പൊടി അഴുക്കൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അധികം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഒരുപാട് നാളായിട്ട് ഇവിടെ കിടക്കുന്ന വണ്ടി ആയതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ പൊടി അടിച്ചിരിക്കുകയാണ്. ഇനി അവരൊന്നെല്ലാം വാഷിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ഒരു ഫുൾ ക്വാളിറ്റിയിൽ പുറമേ നോക്കുമ്പോഴത്തേക്ക് ഇത് കാണാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ അതാ ഇതിൻ്റെ അകത്തുള്ള ആ ഒരു നെയിം ബോർഡിൻ്റെ ഒരു പേര് വന്നിരിക്കുന്ന ഭാഗത്ത് ഒരു റിഫ്ലക്ഷനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് ഉണ്ട്. ആ ഒരു ബ്രൈറ്റ്നസ് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് എടുത്ത് കാണാനായിട്ട് പറ്റും ഈ ഒരു സാധനം.
അപ്പോൾ അതാ ഈ പോയിരിക്കുന്ന വയറും കാര്യങ്ങളും എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ എടുത്ത് അവിടെ ഫിക്സ് ചെയ്ത് ടൈറ്റ് ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും ഒരു ക്യാബിൻ്റെ വർക്കും അങ്ങനെ ഇവിടെ ഫിനിഷ് ആയിരിക്കുവാണ്. അങ്ങനെ ആ ഒരു വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ വണ്ടിയുടെ ആ ഒരു ഔട്ട് കൊടുത്തിരിക്കുന്ന സ്പീക്കറുകളെല്ലാം വർക്ക് ചെയ്യുമല്ലേ എന്ന് കറക്റ്റായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അഭിനവ് ചേട്ടനും പ്രിയനും കൂടി ചേർന്നിട്ട്. പിന്നെ ഈ ഒരു തമിഴ് വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ ഒരു ഔട്ട് സിസ്റ്റം ചെയ്യുന്നതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. നമുക്ക് കംപ്ലീറ്റ്ലി ലീഗലാണ് അവിടെ. അപ്പോൾ നമ്മളുടെ കേരള വണ്ടികളിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നിയമപരമായിട്ട് ഇത് ചെയ്യുന്നതുകൊണ്ട് വേറെ വിഷയങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ അതെല്ലാം പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തിട്ട് ഈ ഒരു വണ്ടി അങ്ങനെ ഒരു ഡെലിവറിയുടെ ഒരു സ്റ്റേജിലേക്ക് പോവുകയാണ്. പിന്നെ അവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്പോഴേ ഈ ഒരു വണ്ടി കൊടുത്തു വിടാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലാണത്. ഇനി ഈ ഒരു വണ്ടി എന്തോ ലൈറ്റ് വർക്കിന് എന്തോ പോകുന്നുണ്ട്. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് ഈ ഒരു വണ്ടി അവർ മിക്കവാറും കൊണ്ടുപോകത്തുള്ളൂ. അപ്പോൾ ഇത്രയും കേട്ടതിൽ നിന്ന് തന്നെ ഈ ഒരു വണ്ടിയുടെ പവർ എന്താണെന്നൊക്കെ ഏകദേശം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. അങ്ങനെ നമ്മളുടെ ആ ഒരു വണ്ടിയുടെ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ അതാ ഇവിടെ വേറെയും ഒരുപാട് വണ്ടികൾ ഇങ്ങനെ വർക്കിനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ കിടക്കുന്ന കുറച്ച് വണ്ടികളുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം വീഡിയോസിന് ഇപ്പോൾ പറയാ വരുന്നതാണ്. പിന്നെ ഇടയ്ക്കുള്ള കുറച്ച് വീഡിയോസ് നമ്മൾ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. കാരണം ഇത് കുറച്ച് പഴയ വീഡിയോസാണ്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഇടാനായിട്ട് പറ്റിയ കുറച്ച് സിറ്റുവേഷൻസിലല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഇടയ്ക്കുള്ള കുറച്ച് വണ്ടികളുടെ വീഡിയോ എല്ലാം സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ ഇപ്പോൾ നിലവിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന വണ്ടികളുടെ വീഡിയോസാണ് ഇനി കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ കൂട്ടത്തിലുള്ളതായിരുന്നു നമ്മളുടെ ഒരു ക്യാപ്റ്റൻ്റെ വണ്ടിയൊക്കെ, ആ ഒരു സെഡസ്ത്ര വണ്ടിയൊക്കെ. അപ്പോൾ അതിൻ്റെ എല്ലാം വീഡിയോസ് ഓൾറെഡി നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ ഇനി പുറകെ ഇനി അങ്ങോട്ട് ലൈവായിട്ടുള്ള വിഷ്വൽസും അപ്ഡേറ്റ്സും ഒക്കെ ആയിരിക്കും നമുക്ക് നമ്മളുടെ ഈ ഒരു ചാനലിനകത്ത് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. കാരണം നിങ്ങളുടെ ഒരു സപ്പോർട്ടിലേക്ക് നമുക്ക് ഇനി ഈ ഒരു ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ റീച്ചും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കുറഞ്ഞതുകൊണ്ടും കൂടിയാണ് ഈ ഒരു ചാനൽ കുറച്ചാണ് നമുക്ക് നിർത്തി വെക്കേണ്ടി വന്നത്. അങ്ങനെ ആ കാലങ്ങൾക്ക് ശേഷം ഈ ഒരു വണ്ടി നമ്മുടെ ഒരു ഗ്യാരേജിൻ്റെ അകത്ത് നിന്ന് നമ്മൾ വെളിയിലോട്ട് ഇറക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ സന്ദീപ് അവിടെ നിന്ന് വണ്ടി എടുക്കുകയാണ്. അത്യാവശ്യം നീളം കൂടുതലുള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ ഏതാണ്ട് എനിക്ക് തോന്നുന്നു 56 സീറ്റാണെന്ന് തോന്നിയ ഒരു വണ്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് എടുക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്ക് ബാക്കിൽ ഇതേപോലെ ഷീറ്റും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒരുപാട് ശ്രദ്ധിച്ച് നമുക്ക് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ സന്ദീപാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ സന്ദീപ് അങ്ങനെ പതുക്കെ വണ്ടി കുറേശ്ശെ പുറകിലോട്ട് എടുക്കുവാണ്. അപ്പോൾ വെളിയിൽ നിന്നിട്ട് നമ്മുടെ ബിനിച്ചേട്ടനും സുഹിതേട്ടനും ഒക്കെ സൈഡെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമുക്കിനി ഈ ഒരു വണ്ടി നമുക്ക് എടുത്തിട്ട് നമ്മുടെ ആ ഒരു ഗ്രൗണ്ടിൻ്റെ അങ്ങ് ബാക്ക് അറ്റത്ത് കൊണ്ടുപോയിട്ട് പാർക്ക് ചെയ്യണം.
അങ്ങനത്തെ നമ്മൾ വണ്ടി അവിടെ നിന്ന് ഇറക്കിയിട്ട് വണ്ടിയുടെ കംപ്ലീറ്റ് ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. നമുക്കിനി ഒരു പുറത്തെ ഒരു ക്ലീനിങ് വർക്കും കൂടിയേ ഉള്ളൂ. അപ്പോൾ അത് നമ്മളിപ്പോൾ ചെയ്യുന്നില്ല. അപ്പോൾ അതെല്ലാം അവർ ഇനി ലൈറ്റ് വർക്കും എല്ലാം കണ്ടിട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമ്മൾ അകത്ത് സൗണ്ട് വർക്ക് ചെയ്തതിൻ്റെ ആ ഒരു അകത്തിടുന്ന വയറിൻ്റെ കഷ്ണങ്ങളും പൊടിയും ബാക്കി നമുക്ക് വേണ്ടാത്ത സാധനങ്ങളും വേസ്റ്റുകളും എല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് നല്ല നീറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി പുറമേക്കുള്ള വർക്ക് ഇനിയിപ്പോൾ അവർ വന്നിട്ട് ചെയ്യുമായിരിക്കും. പിന്നെ നമ്മുടെ ടൂൾസും കാര്യങ്ങളെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പറ്റുമെങ്കിൽ ഇതിൻ്റെ വോക്കലും കാര്യങ്ങളൊക്കെ നമുക്ക് നിട്ട് നോക്കണം എങ്ങനെയുണ്ടെന്ന്. ഇപ്പോൾ നമ്മൾ ഇത്രയും നാൾ ആ ഒരു ഷെഡിൻ്റെ അകത്തിടന്നിട്ടാണ് ഇട്ടത്. അപ്പോൾ നമുക്ക് അധികം വോളിയം കയറ്റാനായിട്ട് പറ്റത്തില്ലായിരുന്നു. അപ്പോൾ നമുക്ക് പുറത്തിറക്കിയിട്ട് ഈ ഒരു വണ്ടിയുടെ വോക്കൽ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ല ഹെവി സാധനമാണ് കയറിയിരിക്കുന്നത്. ഈ ഒരു വണ്ടിയുടെ മുമ്പത്തെ അപ്ഡേറ്റുകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ളൊരു വോക്കൽ സിസ്റ്റമാണ് ഈ ഒരു വണ്ടിക്കകത്ത് കയറിയിരിക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് ഇനി അതും കൂടി ഒന്ന് കേട്ട് നോക്കാം. അങ്ങനെ നമ്മളത് ഇതിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പോയിട്ട് ഈ ഒരു വണ്ടിയുടെ വോക്കലിൻ്റെ പവർ എങ്ങോട്ടും ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം കേട്ടോ. അപ്പോൾ അത്രയാണ് നമ്മൾ ഈ ഒരു വണ്ടിക്കകത്ത് ചെയ്തിരിക്കുന്ന വർക്ക് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ലൊരു ഔട്ടും അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു ഇൻറ്റീരിയർ വർക്കാണ് നമ്മൾ ഈ ഒരു വണ്ടിക്കകത്ത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഈ ഒരു വണ്ടി ലൈറ്റ് വർക്കിന് പോകണം. ലൈറ്റ് വർക്ക് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള 1-2 ഇൻറ്റീരിയറും കൂടി ഞാൻ കാണിച്ചു തരാം. പിന്നെ ഈ ഒരു വണ്ടിക്കകത്ത് കംപ്ലീറ്റ് ലൈറ്റ് വർക്ക് നടന്നിട്ടില്ലായിരുന്നു. ഫ്രണ്ടിലത്തെ ആ ഒരു നെയിം ബോർഡിൻ്റെ ആ ഒരു സെക്ഷനുള്ള ആ ഒരു ഇതും അതുപോലെ തന്നെ അകത്ത് 1-2 തൂക്കിയിട്ടുള്ളൂ. അത്ര അതിൻ്റെ വർക്ക് കടന്നുള്ളൂ. പിന്നെ അവർ വണ്ടി കുറച്ച് ഓട്ടവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അവർ വണ്ടി കൊണ്ടുപോയി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു പഴയ വീഡിയോ ആണ്. ഇടാൻ പറ്റാതിരുന്നത് കൊണ്ടാണ് ഇത്രയും നാൾ ഡിലേ ആയത്. അപ്പോൾ ഇനി അങ്ങോട്ട് ഇതിൻ്റെ ഇടയിൽ നടന്ന കുറച്ചധികം വർക്കുകൾ സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ ഇപ്പം ലൈവായിട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന വർക്കുകളായിരിക്കും ഇനി അങ്ങോട്ട് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു സെഗ്മെൻറ്റിലാണ് നമ്മുടെ ആ ഒരു ക്യാപ്റ്റൻ്റെ വണ്ടിയുടെ വർക്കൊക്കെ വരുന്നത്. അപ്പോൾ ആ ഒരു വണ്ടിയുടെ വർക്കിൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾ നേരത്തെ കണ്ടു കാണും. അപ്പോൾ അതുപോലെ ഇപ്പോൾ ലൈവായിട്ട് ഇവിടെ വർക്ക് നടക്കുന്ന വണ്ടികളുടെ എല്ലാം വീഡിയോസ് ഇനി പുറകെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ മാക്സിമം നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ ആഴ്ചയിലൊരു 3 അല്ലെങ്കിൽ 4 വീഡിയോ വെച്ചൊക്കെ ഇടാനായിട്ട് മാക്സിമം ശ്രമിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വണ്ടിയുടെ കിടിലൻ അപ്ഡേറ്റ് ആയിട്ട് സംഗീത ഓഡിയോസിൽ നിന്ന് വീണ്ടും കാണാം.